മൂന്നാം മോദി മന്ത്രിസഭാ സത്യപ്രതിജ്ഞ ഉടൻ കേരളത്തിൽ നിന്നും 2 മന്ത്രിമാരാണ് ഉള്ളത്. ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി രുജീഷ് രവീന്ദ്രൻ ചേരുന്നു. രുജീഷ്, ഇനിയും വെറും നിമിഷങ്ങൾ മാത്രമാണ് മൂന്നാം മോദി സർക്കാർ അധികാരമേൽക്കാൻ ബാക്കിയുള്ളത്. അവിടെ രാജ്യതലസ്ഥാനത്ത് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? ആരൊക്കെയാണ് മന്ത്രിമാരെന്നുള്ള സാധ്യതാ പട്ടികയൊക്കെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനനുസരിച്ചാണോ കാര്യങ്ങളുടെയൊക്കെ നീക്കം? തീർച്ചയായും സ്വാതി, ആ തരത്തിൽ തന്നെയാണ് പട്ടികയിൽ ഇപ്പോൾ കൂടുതൽ ആളുകളുടെ പേരുകൾ വരുന്നു എന്ന് മാത്രമാണ്. നേരത്തെ 30 മന്ത്രിമാരായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്ന് പറഞ്ഞെങ്കിലും അതിലേറെ നേതാക്കളുടെ പേരുകൾ ഇപ്പോൾ നേരത്തെയുള്ള ചായ സൽക്കാരത്തിലും പങ്കെടുത്ത പലരുടെയും കണക്കുകൾ നോക്കുമ്പോൾ അതിലേറെ മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കും എന്ന റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഉത്തർപ്രദേശിൽ നിന്ന് തന്നെയാണ് പതിവ് പോലെ തന്നെ ഏറ്റവും കൂടുതൽ മന്ത്രിമാരുള്ളത്. 9 പേർ ഉത്തർപ്രദേശിൽ നിന്നാണ് മന്ത്രിമാരായി വരുന്നത്. ബീഹാറിൽ തൊട്ടു പിന്നിൽ 8 പേർ ബീഹാറിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ, BJP നേതാക്കൾ ഉത്തർപ്രദേശിൽ നിന്ന് വരുമ്പോൾ അതോടൊപ്പം ഘടകകക്ഷികൾക്കും ഉത്തർപ്രദേശിൽ അപ്നാദളിൻ്റെ നേതാവ് അനുപ്രിയ പട്ടേൽ ഉൾപ്പെടെയുള്ള RLD നേതാവ് ജയന്ത് ചൗധരി ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾക്കും അവസരമുണ്ട്. ബീഹാറിലും സമാനമാണ്. ഘടകകക്ഷികൾക്ക് വലിയ അവസരമാണ് ബീഹാറിലും കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ സർക്കാരിനെ നിലനിർത്താൻ ഏറ്റവും കാരണമായ JDU ബീഹാറിൽ നിന്നാണ്. JDUവിന് 2 മന്ത്രിമാരെ കിട്ടും. അതോടൊപ്പം തന്നെ LJPയുടെ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ LJPയുടെ ഭാഗമായി മന്ത്രിസഭയിൽ ഉണ്ടാവും. ഹിന്ദുസ്ഥാനി അവാമി മോർച്ചയുടെ നേതാവ് ജിതൻ റാം മാഞ്ചിക്കും ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് അവസരമുണ്ട്. എന്തായാലും ബീഹാറിന് പുറമെ അതോടൊപ്പം ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിൽ TDPക്കും 2 മന്ത്രിമാരുടെ അവസരമുണ്ട്. രാം മോഹൻ നായിഡു എന്തായാലും മന്ത്രിയാകും എന്ന് ഉറപ്പാണ്. ആ യോഗത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. എന്തായാലും ഘടകകക്ഷികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ തരത്തിൽ പ്രശ്നങ്ങളില്ലാത്ത തരത്തിൽ സമവായത്തിലെത്തിയാണ് നേരത്തെ തന്നെ ഈ ചർച്ചകളൊക്കെ തന്നെ BJP പൂർത്തിയാക്കിയത്. BJP എന്തായാലും പ്രധാന വകുപ്പുകൾ കൈയാളുന്നത് BJP തന്നെയായിരിക്കും. ധനം വകുപ്പ്, അതോടൊപ്പം ആഭ്യന്തരം, പ്രതിരോധം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ, ഗതാഗതം നിതിൻ ഗഡ്കരി തന്നെയായിരിക്കും. അങ്ങനെ പ്രധാന നേതാക്കൾ, പ്രത്യേകിച്ച് അമിത്ഷാ, നഡ്ഡ, ഗഡ്കരി, നിർമ്മല സീതാരാമൻ, ജയ്ശങ്കർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ പതിവ് കഴിഞ്ഞ മന്ത്രിസഭകളിൽ ഉണ്ടായ നേതാക്കളെല്ലാം തന്നെ ഇത്തവണയും ഉണ്ട്. കേരളത്തിന് ഏറ്റവും സന്തോഷിക്കാൻ ആവുന്നത് 2 മന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് എന്നതാണ്. ഒന്ന് സുരേഷ് ഗോപി, നേരത്തെ പറഞ്ഞു കേട്ട പേരാണെങ്കിൽ. രണ്ടാമത് ജോർജ് കുര്യൻ്റേത് അപ്രതീക്ഷിതമായി വന്ന ഒരു തീരുമാനമാണ്. അത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി വേണം എന്ന തീരുമാനത്തിൽ നിന്ന് ജോർജ് കുര്യൻ്റെ പേര് കൂടി അവസാന നിമിഷം എത്തുകയായിരുന്നു. കേന്ദ്ര നേതാക്കൾ ഇടപെട്ട് ജോർജ് കുര്യനോട് അടിയന്തരമായി ഡൽഹിയിൽ എത്താൻ ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ മുതൽ നടന്ന ചർച്ചകൾക്കൊടുവിൽ 11:30 അദ്ദേഹം ഈ പ്രധാനമന്ത്രി വിളിച്ച സത്കാരത്തിലും പങ്കെടുക്കുകയും ചെയ്തു. അപ്പോഴാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുകയും മന്ത്രിയായി ജോർജ് കുര്യൻ എത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. അദ്ദേഹം തുടക്കത്തിൽ അത് അംഗീകരിച്ചിരുന്നില്ല. ചോദിച്ചപ്പോഴൊക്കെ നേതാക്കളെ കാണാൻ പോകുന്നു എന്ന് മാത്രമായിരുന്നു പറഞ്ഞത്. എന്തായാലും ജോർജ് കുര്യൻ്റെ പേര് അപ്രതീക്ഷിതമായി എത്തിയത് തന്നെയാണ്. സുരേഷ് ഗോപിയുടേത് പ്രചരണ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു കേട്ടതാണ്. സുരേഷ് ഗോപി മന്ത്രിസഭയിൽ ഉണ്ടാകും, കേന്ദ്രമന്ത്രിയാകും എന്നത് ആ പ്രചാരണ സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ്. സമാനമായി ഇന്ന് രാവിലെ തന്നെ സുരേഷ് ഗോപി വീട്ടിൽ നിന്ന് പുറപ്പെടുമോ എന്നതായിരുന്നു, ആ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുമോ എന്നായിരുന്നു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയും അദ്ദേഹം ഡൽഹിയിൽ എത്തിയപ്പോഴും പ്രതികരിച്ചപ്പോഴും അദ്ദേഹം നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ വന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇനി ആ മണിക്കൂറുകൾ അധികമില്ല, ഒരു 1.5-2 മണിക്കൂറിനടുത്താണ് ഇനി ബാക്കിയുള്ളത്. 7:15 കൃത്യം 7:15 ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തുടങ്ങും. ഈ ഡൽഹിയിൽ ഈ പ്രദേശത്ത് മുഴുവൻ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആളുകളെ പ്രത്യേകിച്ച് ഈ രാഷ്ട്രപതി ഭവൻ്റെയും അതോടൊപ്പം ഇന്ത്യ ഗേറ്റിൻ്റെയും പരിസരങ്ങളിൽ നിന്ന് ആളുകളെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സമയത്ത് സത്യപ്രതിജ്ഞാ സമയത്ത് വളരെ കർശനമായ സുരക്ഷയാണ് നേരത്തെ തന്നെ ഒരുക്കിയിരുന്നത്. മിക്ക റോഡുകളും കൂടുതൽ വാഹനങ്ങൾ വരാതെ അടച്ചിട്ട് ഈ ഭാഗത്തേക്ക് കൂടുതൽ സുരക്ഷ കൂട്ടുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാഷ്ട്രപതി ഭവനുള്ളിൽ എല്ലാ ഒരുക്കങ്ങളും സജീവമായി തന്നെ നടക്കുന്നു. ഏറ്റവും അവസാന ഘട്ട ഒരുക്കത്തിലേക്കാണ്. പല പേരുകളുടെയും ഉള്ളിൽ നിന്ന് പല മന്ത്രിമാരെയും ഈ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണിച്ച റിപ്പോർട്ടുകൾ അടക്കം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ പേരുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഉറപ്പിച്ച പേരുകൾ, നേരത്തെ സൂചനകൾ മാത്രമാണ് എങ്കിൽ എന്തായാലും കേരളത്തിൽ നിന്നുള്ള 2 പേരുടെ കാര്യം BJP നേതാക്കൾ തന്നെ സമ്മതിച്ചതുമാണ്. എന്തായാലും
മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2 തവണയും ഉള്ളതുപോലെയല്ല ഇത്തവണ നരേന്ദ്രമോദി സർക്കാർ NDA എന്ന ആ ഒരു കക്ഷിയുടെ ഫലം തന്നെയാണ് എടുത്തു പറയേണ്ടത്. 2 തവണയും BJPക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് 240 സീറ്റ് മാത്രമാണുള്ളത്. ഘടകകക്ഷികളുടെ കൂടി പങ്കാളിത്തത്തോടെ മാത്രം ഭരിക്കുന്ന തരത്തിലാണ് മൂന്നാം മോദി സർക്കാരിൽ എത്തുമ്പോൾ ഒരു കാണാൻ കഴിയുന്ന കാഴ്ച. പക്ഷേ പ്രധാനമായ വകുപ്പുകളെല്ലാം തന്നെ കൈയടക്കിക്കൊണ്ട് ഈ ഒരു സർക്കാരിലും കൃത്യമായി തന്നെ BJP അവരുടെ സമ്മർദ്ദശക്തിയും BJP അതിൻ്റെ എല്ലാ തരത്തിലുള്ള കടിഞ്ഞാണും BJPക്ക് മുകളിൽ തന്നെയാണ് എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു. സ്പീക്കർ പദവി കൂടി BJP നേതാക്കൾക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാണ് ഈ അവസാന നിമിഷത്തിലും പറയാനാവുക. എന്തായാലും ഇവിടെ ഡൽഹിയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. സ്വാതി, രുചീഷ് പറഞ്ഞതുപോലെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഒരു സസ്പെൻസ് ആണ്. അദ്ദേഹം മന്ത്രിസഭയിലേക്ക് ഉണ്ടോ എന്നുള്ളതായിരുന്നു ആദ്യം. ഉണ്ട് എന്നറിയാം. ഇനി ഏതാണ് വകുപ്പ് എന്നാണ് അറിയാനായിട്ട് ബാക്കിയുള്ളത്. അത് അറിയാൻ ഇനിയും വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതേപോലെ തന്നെ ലോക നേതാക്കളും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പങ്കെടുക്കും എന്നുള്ള വിവരമുണ്ടായിരുന്നു. അപ്പോൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? അവരൊക്കെ രാജ്യ തലസ്ഥാനത്ത് എത്തിച്ചേർന്നോ? തീർച്ചയായും നേപ്പാളിൻ്റെ പ്രധാനമന്ത്രി, അതോടൊപ്പം സീഷെൽസിൻ്റെ പ്രധാനമന്ത്രി, ശ്രീലങ്കൻ പ്രസിഡന്റ്, ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി, അങ്ങനെ ഉള്ള ആളുകളൊക്കെ ഇന്ന് രാവിലെ മുതൽ തന്നെ വന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സുരക്ഷ കൂട്ടുന്നതും. അത്തരത്തിൽ വലിയ വിശിഷ്ട വ്യക്തികളെയൊക്കെ തന്നെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം സിനിമാ സാംസ്കാരിക മേഖലയിൽ നിന്നും പല ആളുകൾക്കും ക്ഷണമുണ്ട്. രജനീകാന്ത് എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. നേരത്തെ തന്നെ ഈ വിജയം ഉണ്ടായപ്പോൾ തന്നെ രജനീകാന്ത് നരേന്ദ്രമോദിക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് മോഹൻലാലിനും ക്ഷണമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് എത്തിച്ചേരാനാവില്ല എന്ന് അദ്ദേഹം അറിയിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അനിൽ കപൂർ, അതോടൊപ്പം ബോളിവുഡ് താരം അനിൽ കപൂർ എത്തും എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ബോളിവുഡ് താരങ്ങൾ, മറ്റ് താരങ്ങളും ക്ഷണമുണ്ട്. പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ വരുന്ന, ഇന്ത്യയിലെ സാംസ്കാരിക മേഖലയിലുള്ള പല ആളുകളും വരുന്ന ചടങ്ങായി തന്നെയാണ് ഇതിനെ മാറ്റുന്നത്. പുറത്തു നിന്നും, അതായത് ഏകദേശം 800 മുതൽ 1000-ഓളം വരുന്ന വിശിഷ്ട വ്യക്തികൾക്ക് ക്ഷണമുണ്ട്. MP-മാർക്കും മുഖ്യമന്ത്രിമാർക്കും ഒക്കെ ക്ഷണമുണ്ടെങ്കിൽ കൂടി അത് പ്രതിപക്ഷ നിരയിലെ MP-മാരും മുഖ്യമന്ത്രിമാരും പങ്കെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത്. എന്തായാലും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് എന്ന തലത്തിൽ മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. മറ്റ് ആളുകളൊക്കെ, ഈ വിശിഷ്ട വ്യക്തികളൊക്കെ തന്നെ ഈ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ആ സമയമാകുമ്പോൾ 7 മണിയോടെ തന്നെ ഇവരെല്ലാം രാഷ്ട്രപതി ഭവനിലേക്ക് എത്തിച്ചേരുമെന്നാണ് കരുതുന്നത്. ശരി രുചീഷ്, എന്തായാലും രാജ്യം മുഴുവൻ രാജ്യ തലസ്ഥാനത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾക്കകം മൂന്നാം മോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ നിന്നും 2 മന്ത്രിമാരാണ് ഉള്ളത്. അവർക്ക് ഏതൊക്കെയാണ് വകുപ്പ് എന്ന് അറിയാൻ കൂടിയാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. പല രാജ്യത്തെ രാജ്യതലവന്മാരും ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം.